പറയാൻ ശ്രമിക്കാം. അപ്പോൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മളിപ്പം റീസെന്റ് എല്ലാവരും ഒരുപാട് മണിക്കൂറോളം കമ്പ്യൂട്ടറും ഡിജിറ്റൽ ഡിവൈസും യൂസ് ചെയ്യുന്നവരാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിന്റെ ഇപ്പോഴത്തെ പേരാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ. മുമ്പ് നമ്മൾ CVS എന്ന് പറഞ്ഞാണ് നമ്മൾ ക്ലിനിക്കലി ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇപ്പോൾ അത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഏറ്റവും 2 മണിക്കൂറെങ്കിലും മിനിമം ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണ് എപ്പോഴായാലും. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം അവർക്ക് വർക്ക് അറ്റ് ഹോം, പിന്നെ നമ്മളിപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു കാര്യത്തിന് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ ചെന്നൊരു ഫോം വാങ്ങി നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്ത് ഡേറ്റാസ് എല്ലാം കോപ്പി എടുത്ത് അവിടെ തന്നെ കൊടുക്കേണ്ട രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഇന്റർനെറ്റ് വഴി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാം ഡേറ്റാസ് അപ്ലോഡ് ചെയ്ത് എല്ലാം മെയിൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റലോട്ട് മാറിയിട്ടുണ്ട്. ആദ്യമായിട്ട് പറയേണ്ട കാര്യം, ഏകദേശം 1970കളിലാണ് കമ്പ്യൂട്ടർ ഏജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജ് തുടങ്ങുന്നത്. ആർക്കെങ്കിലും ഇന്റർനെറ്റ് ബർത്ത്ഡേ പറയാൻ പറ്റുമോ എന്നാണെന്ന്? 1983 ജനുവരി 1 ഇന്റർനെറ്റ് വരുന്നത്. അതാണ് ജനുവരി 1 നമ്മൾ ഇന്റർനെറ്റ് ബർത്ത്ഡേ ആയിട്ട് അറിയപ്പെടുന്നത്. 1990 മൊബൈൽ ഫോൺ ടെക്നോളജി ഉണ്ടായതും www.ഉം സ്റ്റാർട്ട് ചെയ്തത് 1990കളിലാണ്. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഐ സ്ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നമ്മളിപ്പം ഒരുപാട് നേരം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരുപാട് നേരം നടക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലുകൾ കഴയ്ക്കും. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കവിടെ കൈക്ക് ക്ഷീണം വരും. അതുപോലെയാണ് നമ്മുടെ കണ്ണിനും. ഒരുപാട് സമയം റെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് സ്ട്രെയിൻ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ഐ ഫാറ്റിക്. അതിന് നമുക്ക് കുറെ സിംറ്റംസ് ഉണ്ട്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നതിനുള്ളതാണ് സിംറ്റംസ്. ഐ പെയിൻ, കണ്ണ് വേദന ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ഹെഡേക്ക്, നല്ല തലവേദന ഉണ്ടാവും, വാട്ടറിങ്, പിന്നെ ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് നെക്ക് പെയിൻ. നമ്മൾ കുറെ നേരം ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നെക്ക് പെയിനും ഷോൾഡർ പെയിനും ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ ക്ലിനിക്കലി കാണപ്പെടുന്നത്. അതിന്റെ പ്രധാന കാരണങ്ങളൊന്ന്, നമ്മളിപ്പോൾ മിനിമം ഒരു 2 മണിക്കൂർ ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും. 2 മണിക്കൂർ നമ്മൾ ഒരു ബുക്ക്, എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് 2 മണിക്കൂർ നമ്മൾ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. കാരണം ബുക്കിലെ പ്രിന്റും ഡിജിറ്റൽ ഡിവൈസിലെ പ്രിന്റും വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ ഡിവൈസിലെ പ്രിന്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അതിന് കാരണം അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ അതിനകത്ത് ഒരു ബ്ലൂ ലൈറ്റിന്റെ LED സ്ക്രീനാണ് എപ്പോഴും ഡിജിറ്റലിൽ വരുന്നത്. അതൊരു ബ്ലൂ ലൈറ്റിൽ നിന്നാണ് ഈ ലൈറ്റിന്റെ എമിഷൻ വരുന്നത്. പക്ഷെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഈ ബ്ലൂ ലൈറ്റിന്റെ പ്രശ്നം കാരണമാണ് നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവുന്നത്. പിന്നെ ബുക്ക് പിടിക്കുന്ന രീതി, നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന രീതിയും നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന രീതി രണ്ട് തരത്തിലായിരിക്കും. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മൾ അടുത്ത് കാണാനുള്ള നമ്മുടെ കണ്ണിന്റെ ഒരു കപ്പാസിറ്റിയാണ്. നമുക്ക് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഉണ്ട്. അത് 6 മസിൽസ് ഉണ്ട്. 4 റെക്ടസ് മസിലും 2 ഒബ്ലിക് മസിലും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി വരുന്ന കുട്ടികൾ പഠിപ്പിച്ചു തരും. അപ്പം കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 മീഡിയർ റെക്ടസ്, നമ്മുടെ നേസൽ സൈഡിലുള്ള മീഡിയർ റെക്ടസ് അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കൺവെർജൻസ് ഏറ്റവും കൂടുതൽ അടുത്തുള്ള വിഷൻ ക്ലിയർ ആകുന്നത് അതാണ്. ഇവിടെ മറ്റൊരു കാരണമാണ് നമ്മുടെ ബ്ലിങ്കിങ് റേറ്റ്. നമ്മുടെ ഐ സ്ട്രെയിന് ഏറ്റവും കാരണം ബ്ലിങ്കിങ് റേറ്റ് ആണ്. നമ്മുടെ കണ്ണ് ഓരോ പ്രാവശ്യം കണ്ണ് ചിമ്മി തുറക്കുന്ന രീതിയെ പറയുന്നതാണ് ബ്ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോർമലി ഒരാൾക്ക് ഹെൽത്തി ആയ അല്ലെങ്കിൽ നോർമൽ ഒരാൾക്ക് 12 മുതൽ 15 തവണ വരെയെങ്കിലും 1 മിനിറ്റിൽ നമ്മൾ ബ്ലിങ്ക് ചെയ്യണം. ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനെ കുറച്ച് മോയ്സ്റ്റ് ആയിട്ടിരിക്കാനും അത് ക്ലീൻ ആയിട്ടിരിക്കാനും സഹായിക്കും. അതുപോലെ നമ്മുടെ ടിയർ സർക്കുലേഷന് ഏറ്റവും നല്ലൊരു രീതിയാണ് ബ്ലിങ്കിങ് റേറ്റ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ കുറേ സമയം കണ്ണിങ്ങനെ ഓപ്പൺ ആയിരിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ മറന്നുപോകും. ബ്ലിങ്ക് ചെയ്യാനുള്ള കുറവ് ഉണ്ടാവുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാവും കണ്ണിന് ഡ്രൈനെസ് ഉണ്ടായിട്ടാണ് ബാക്കി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. അതും ഒരു ഹെൽത്തിയായ ഒരു കണ്ണിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. 12 മുതൽ 18 തവണയെങ്കിലും നമ്മൾ ബ്ലിങ്ക് ചെയ്യണം. പിന്നെ നമ്മുടെ കോർണിയ എന്ന് പറയുന്നത് ഒരു വാസ്കുലർ സ്ട്രക്ചറാണ്. ബ്ലഡ് വെസൽസ് ഇല്ലാത്തൊരു സ്ട്രക്ചറാണ് കോർണിയ. അപ്പൊ നമ്മൾ ബ്ലിങ്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ അതിന് കോർണിയക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത്, ഓക്സിജൻ കിട്ടുന്നത് ഫ്രം ദ എയറിൽ നിന്നും, ന്യൂട്രീഷൻ കിട്ടുന്നത് ടിയർ ഫിലിമിൽ നിന്നാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ കണ്ണ് ഒരുപാട് സമയം ബ്ലിങ്ക് ചെയ്യാണ്ട് തുറന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കോർണിയയ്ക്ക് ഹെൽത്തി ആവശ്യമാണ്. കോർണിയയ്ക്ക് നമ്മൾ ന്യൂട്രീഷൻ കിട്ടുന്നത് ടിയർ ഫിലിം. നമ്മൾ ഓരോ പ്രാവശ്യം കണ്ണ് അടച്ച് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണത് ടിയർ ഫിലിം ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് കോർണിയയ്ക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത്. കോർണിയയ്ക്ക് ബ്ലഡ് വെസൽസ് ഇല്ലാത്തത് കൊണ്ട് അതിൽ ന്യൂട്രീഷൻ ഡയറക്റ്റ് കിട്ടത്തില്ല. പിന്നെ ഫ്രം ദ എയർ, ഓക്സിജൻ കിട്ടുന്നത് ഫ്രം ദ എയറിൽ നിന്നാണ്. അപ്പം നമ്മൾ ബ്ലിങ്ക് ചെയ്യാണ്ടിരിക്കുമ്പോഴും കോർണിയയുടെ ഹെൽത്ത്നെസ് ആണ് നഷ്ടപ്പെടുന്നത്. പിന്നെ കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന ഒരു കസ്റ്റമറോട് നമ്മൾ പറയുന്നത് ഒരു 5 to 10 hours വരെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാവൂ. അത് കഴിഞ്ഞ് കോർണിയയുടെ ഹെൽത്ത്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കത് ഓപ്പൺ ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് കോർണിയയുടെ ഹെൽത്ത്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഒരു മിനിറ്റിൽ 5 or 8 തവണ മാത്രമേ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഡ്രൈനെസ്സിന് കാരണമാവും. ഡ്രൈനെസ് ആണ് വരുന്നത്. ഡ്രൈനെസ് ആകുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ബ്ലിങ്കിങ് റേറ്റ് കുറയുന്നതും കൂടുന്നതും അനുസരിച്ചിട്ട് അതിന് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ബ്ലിങ്കിങ് റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഓക്കുലർ എക്സസൈസ് കൊടുക്കുന്നത്. ഐ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം കപ്പിംഗ് ആണ്. പ്രധാനമായിട്ട് പറയുന്ന കപ്പിംഗ്. നമ്മുടെ 2 കൈവെള്ള ഉണ്ടല്ലോ, കൈവെള്ള പരസ്പരം തിരുമ്മിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് അത് കണ്ണിന്റെ മുകളിൽ കുറച്ചു നേരം വെച്ചു കൊടുക്കാം. അപ്പം അതൊരു നല്ലൊരു എക്സസൈസ് ആണ് കണ്ണിന് കിട്ടുന്നത്. പിന്നെ ഉള്ളത് അക്യൂപ്രഷർ പോയിന്റ്. അക്യൂപ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മോതിര വിരലുണ്ട്. മോതിര വിരൽ 2 നമ്മുടെ ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തെ കണ്ണടച്ചിരുന്നിട്ട് ബ്രിഡ്ജിന്റെ മുകളിലായിട്ടൊന്ന് സൈഡിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു രീതിയാണ്. ലിഡിന്റെ ഐബ്രോയുടെ താഴെ ലിഡ് തുടങ്ങുന്ന ഈ ഭാഗത്തോടെ ലാക്രിമൽ ഗ്ലാൻഡ് സെക്രറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ലിഡിന്റെ അകത്തൂടെയാണ് ഗ്ലാൻഡ്സിലോട്ട് നമുക്ക് ഈ ടിയർ ഫിലിം വരുന്നത്. നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മീബേബിയൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ കൂടാനും അതുവഴി നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ, ലൂബ്രിക്കേഷൻ കണ്ണിന് ഉണ്ടാവുകയും കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കാനും സഹായിക്കും. ഇതൊക്കെ ഒരു ഓക്കുലർ എക്സസൈസ് ആണ്. പിന്നെയുള്ള നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് 20-20-20 റൂൾ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു എക്സസൈസ് ആണ്. 20-20 നമ്മൾ കമ്പ്യൂട്ടറോ ഡിജിറ്റൽ ഡിവൈസോ യൂസ് ചെയ്യുന്നവരോട് പറയാറുണ്ട്, എവറി 20 minutes നമ്മളൊരു ഇന്റർവെൽ കൊടുക്കണം. എവറി 20 minutes ഇന്റർവെൽ വെച്ചാൽ 20 minutesനിടയ്ക്ക് നമ്മൾ ഒരു 20 feet ദൂരേക്ക് 20 seconds നോക്കിയിരിക്കാം. അപ്പം നമ്മളെ നിയർ ഓബ്ജക്റ്റ് ഫോക്കസ് മാറ്റിയിട്ട് ദൂരേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം അത് എവറി 20 minutes ഇന്റർവെല്ലും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കണ്ണിനൊരു സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായമാണ്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്തിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് കുട്ടികളിലൊക്കെ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് പോലുള്ള എറർ ഉണ്ടാവുന്നത്. കാരണം അവർ ദൂരേക്കൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, അടുത്ത് മാത്രം നോക്കിയിരുന്നിട്ട് നമ്മുടെ കണ്ണിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാവുകയും മയോപ്പിയ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ 20-20 റൂൾ ഏറ്റവും കൂടുതൽ ക്ലിനിക്കലി പറഞ്ഞു കൊടുക്കുന്നത്. 1990കളിലാണ് ഒരു IT പ്രൊഫഷൻ ഉണ്ടാകുകയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും അതിൽ 91 ഒരു അമേരിക്കൻ ഓപ്റ്റോമെട്രിസ്റ്റായ ഡോക്ടർ ജെഫ്രി ആൻഷലാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കായിട്ട് ഈ 20-20 റൂൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഈ റൂള് പുറത്തു വന്നത്. അപ്പം എല്ലാവരും ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഈ 20-20 റൂള് നമുക്കിപ്പം വരുന്ന കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ സെയിൽസിലാണെങ്കിലും ഓപ്റ്റോസിനാണെങ്കിലും ഈ ഒരുപാട് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കംപ്ലൈന്റ് പറയുന്നവർക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാം. ക്ലിനിക്കലി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. മറ്റതൊക്കെ നമുക്ക് പിന്നെ കുറച്ച് ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ക്ലിനിക്കലി നമുക്ക് അവർക്ക് പ്രൊഫഷണൽ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഐ സ്ട്രെയിൻ കംപ്ലൈന്റ് മനസ്സിലാക്കുന്നതെന്നാണ് അടുത്തത്. ഫസ്റ്റ് നമ്മളൊരു പ്രോപ്പർ ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കണം. ഒരു കസ്റ്റമർ നമ്മുടെ മുന്നേ വന്നിരിക്കുമ്പോൾ അവരുടെ കംപ്ലൈന്റ് ആണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത്. നമ്മൾ മുമ്പ് GM ഒക്കെ പറഞ്ഞത് നമ്മൾ ഷുഡ് ബി എ ഗുഡ് ലിസണർ ആയിരിക്കണം എപ്പോഴും. ഒപ്റ്റോമെട്രിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു ഗുഡ് ലിസണർ.